സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ടതും തലമുറകൾക്ക് പ്രചോദനം നൽകിയതുമായ സദൃശവാക്യങ്ങൾ ഇന്നും നമ്മുടെ ജീവിതങ്ങൾക്ക് മാർഗദർശിയാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ അവ കാലിക പ്രസക്തമാകുന്നത് ആ സൂക്തങ്ങളുടെ ആഴമേറിയ അർത്ഥങ്ങളിലൂടെ തന്നെയാണ്. അല്പസമയം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. വളരെ അർത്ഥവത്തായ രണ്ട് സത്യങ്ങളാണ് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്നത്. ഹൃദയം സന്തോഷം കൊണ്ട് നിറയുമ്പോൾ അത് മുഖത്ത് പ്രതിഫലിക്കുന്നു. എന്നാൽ ഹൃദയം വ്യസനം കൊണ്ട് നിറയുമ്പോഴോ നമ്മുടെ ധൈര്യം എല്ലാ രീതിയിലും ക്ഷയിച്ചു പോകുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ചെറുകഥയുണ്ട്. ഒരു കൊച്ചു ബാലൻ, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി നൽകിയ ഒരു ചെടിയുണ്ടായിരുന്നു. അവന് ഏതോ കാരണം കൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു വ്യക്തി നൽകിയ മറ്റൊരു ചെടിയും ഉണ്ടായിരുന്നു. ഈ രണ്ട് ചെടികളും ഒരേ പൂന്തോട്ടത്തിൽ അധികം ദൂരെയല്ലാതെ നടപ്പെട്ടു. ദിവസവും ഈ ബാലൻ താൻ സ്നേഹിച്ച ചെടിയുടെ അരികിലെത്തും. അതിന് ആവശ്യമായ വെള്ളമൊഴിക്കും. ആ ചെടിയോട് സ്നേഹത്തോടെ ആർദ്രതയോടെ സംസാരിക്കും, ഉമ്മ വയ്ക്കും. തിരിച്ചു പോകുന്ന വഴി തനിക്കിഷ്ടമില്ലാത്ത ചെടിയെ കാണുമ്പോൾ ദേഷ്യത്തോടെ കയർക്കും, പറ്റുമെങ്കിൽ അതിനെ ഉപദ്രവിക്കും, മുമ്പോട്ട് പോകും. കാലം പലത് കഴിഞ്ഞു. ചെടികൾ വളർന്നു. അവൻ സ്നേഹിച്ച് താലോലിച്ച ചെടി പുഷ്ടിയോടുകൂടി വളർന്നു, പച്ചപ്പോടുകൂടി വളർന്നു. എന്നാൽ അവൻ വെറുത്ത ചെടി അത് വളരെ മുരടിച്ചു വളർന്നു. അത് ജീവിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ, അതിന് പുഷ്ടിയില്ലാതെയായി. കഥ പറഞ്ഞ ഗുരുനാഥൻ പറഞ്ഞു, അങ്ങനെ തന്നെയാണ് നമ്മുടെ ഹൃദയവും. അതിനെ സ്നേഹം കൊണ്ട് നിറച്ചാൽ ആ തളുർത്തു വരുന്ന അനുഭവം മുഖത്ത് കാണുവാനായിട്ട് കഴിയും. അതിനെ വെറുപ്പും ദുഃഖവും കൊണ്ട് നിറച്ചാൽ അത് മുരടിക്കുന്ന അനുഭവവും പ്രതിഫലിക്കാനായിട്ട് കഴിയും. ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥയാകും. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു. ഹൃദയത്തിൻ്റെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിച്ചു പോകുന്നു. മുഖം ഹൃദയത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് പല ആവർത്തി നാം കേട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുഖത്ത് നാം അറിയാതെ തന്നെ പല ഭാവങ്ങൾ മിന്നിമറയുന്നു. ഈ ഭാവങ്ങൾ ഓരോന്നും ഹൃദയം നിറഞ്ഞു കവിയുന്ന യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമാണ്. നാം പുഞ്ചിരിക്കുമ്പോൾ, സന്തോഷം പ്രകടമാക്കുമ്പോൾ, നമ്മുടെ കണ്ണുകളിൽ സാന്ത്വനം ലഭ്യമാകുമ്പോൾ അത് മുഖത്ത് വളരെ ലളിതമായി പ്രകാശപൂരിതമാക്കി കാണപ്പെടുന്നു. ചിലരെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വരുന്നത് കാണുമ്പോൾ അറിയാതെ നാം ചോദിച്ചു പോകാറുണ്ട്, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ, എന്താണ് കാരണം? ചിലർ ദുഃഖസാന്ദ്രരായി ഇരിക്കുന്നത് കാണുമ്പോൾ, പ്രത്യേകിച്ച് നാം അവരുടെ വ്യക്തിജീവിതങ്ങളിൽ ഇടപെടുവാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അറിയാതെ ചോദിച്ചു പോകുന്നു, എല്ലാം നന്നായി പോകുന്നുവല്ലോ അല്ലേ, പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ, പ്രതിസന്ധികളൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന്. സ്നേഹിതരെ, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു. മുഖത്ത് ചുളിവുകൾ നാം കാണുമ്പോൾ, മുഖത്തെ വരിഞ്ഞു മുറുക്കം നാം കാണുമ്പോൾ
ഹൃദയത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യസനവും ഉത്കണ്ഠയും വളരെ വ്യക്തമായി പ്രതിഫലിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നാം പറയാറുണ്ട്, മുഖം കണ്ടാൽ അറിയാം ഹൃദയം എങ്ങനെയാണ് എന്ന്. മുഖത്തിൻ്റെ ഓരോ ഭാഗവും ഹൃദയഭാവങ്ങളെ പ്രകടമാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കണ്ണുകൾ. ആത്മാവിൻ്റെ ജനൽ ചില്ലുകളാണ് കണ്ണുകൾ എന്ന് നാം പറയാറുണ്ട്. സ്നേഹവും സത്യസന്ധതയും മറച്ചുവെച്ച് നമുക്ക് ജീവിക്കാനാവില്ല. അത് നമ്മുടെ കണ്ണുകളിലൂടെ വെളിപ്പെടും. വ്യസനവും ദുഃഖഭാരവും അതുപോലെ തന്നെയാണ്. നാം അറിയാതെ കണ്ണുകൾ ലോകത്തോട് വിളിച്ചു പറയും നമ്മുടെ ഹൃദയം എങ്ങനെയാണ് എന്ന്. നമ്മുടെ ഉള്ളം സ്വച്ഛന്തമാകുമ്പോൾ, ആന്തരിക സമാധാനം നമ്മിൽ നിറയുമ്പോൾ അത് മുഖത്ത് വ്യക്തമായി പ്രതിഫലിക്കുന്നു, അത് തിളങ്ങുന്നു. മനസ്സ് സമാധാനം കൊണ്ട് നിറയുമ്പോൾ മുഖത്ത് ആ സമാധാന ഭാവം, ആ ശാന്തഭാവം വളരെ വ്യക്തമാണ്. നവരസങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. നവരസങ്ങൾ ഓരോന്നും പ്രകടമാക്കുന്നത് മുഖഭാവങ്ങളിലൂടെയാണ്. ഹൃദയം ആത്മാർത്ഥമായി ആ ഭാവങ്ങൾ കൊണ്ട് നിറയുമ്പോൾ മാത്രമല്ല, അഭിനയിക്കുമ്പോഴും രസഭാവങ്ങളെ മുഖത്ത് പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. അഭിനയിക്കാതെ തന്നെ ഈ നവരസഭാവങ്ങളും അതിലപ്പുറവും മുഖത്ത് പ്രകടമാകുന്നത് പലപ്പോഴും നാം അറിയുന്നില്ല, പക്ഷെ ലോകം കാണുകയും ചെയ്യുന്നു. അതുതന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം ഉണ്ടാക്കുന്നു എന്ന്. അപരാധബോധവും ഭോഷ്കും നമുക്ക് മറയ്ക്കുവാൻ കഴിയുകയില്ല. ഉള്ളിൽ കുറ്റബോധവും വ്യാജവും കാപഠ്യവും നിറഞ്ഞാൽ അത് വളരെ വ്യക്തമായി മുഖത്ത് പ്രതിഫലിച്ച് കാണും എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സന്തോഷം അത് മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഉള്ളം യഥാർത്ഥത്തിൽ സന്തോഷാനുഭവത്താൽ നിറയുമ്പോൾ അത് മുഖത്തിൻ്റെ തേജസ്സായി മാറുന്നു. മോശ പഴയ നിയമ പുസ്തകത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്ക് നടന്നു ചെല്ലുകയും ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് തിരികെ എത്തുകയും ചെയ്യുന്ന സന്ദർഭം നാം കാണുമ്പോൾ തിരുവചനം പറയുകയാണ്, അവൻ്റെ മുഖം തേജസ് കൊണ്ട് നിറഞ്ഞു. സാധാരണ ആളുകൾക്ക് ആ മുഖത്തിൻ്റെ തേജസ്സിനെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ദിവ്യന്മാരെക്കുറിച്ച്, ഭക്തന്മാരെക്കുറിച്ച് നാം പറയുന്ന ഒരു യാഥാർത്ഥ്യം അതാണ്. ആ മുഖത്തുണ്ടായിരുന്ന തേജസ്, ആ മുഖത്തുണ്ടായിരുന്ന പ്രഭ ഉള്ളിലുള്ള ആത്മീയതയുടെ, ഉള്ളിലുള്ള ശാന്തിയുടെ പ്രതിഫലനമായിരുന്നു എന്ന്. ഉത്കണ്ഠ മറുവശത്ത് മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നു. ഉള്ളം ദേഷ്യം കൊണ്ട് നിറയുമ്പോൾ മുഖത്ത് മറച്ചു വയ്ക്കുവാൻ നാം എത്ര ശ്രമിച്ചാലും കഴിയാതെ വരും. പകയും ആശങ്കയും വിദ്വേഷവും മുഖത്ത് നിറയുമ്പോൾ അത് വ്യക്തമായി നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിയുവാൻ മറ്റുള്ളവർക്കാകും. അതുപോലെ തന്നെ മുഖത്ത് പ്രതിഫലിക്കുന്നതായിട്ടുള്ള കരുണ, ഉള്ളം സ്നേഹവും ആർദ്രതയും നിറഞ്ഞതാണ്. മുഖത്തെ അത് ആകർഷണീയമാക്കുന്നു. അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കുമ്പോൾ ബാല്യകാലത്തിൽ ഏർപ്പെട്ട ഒരു അനുഭവമായിരുന്നു എൻ്റെ സഭയിലെ ഫസ്റ്റർഷിപ്പ് പ്രോഗ്രാം. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ബാലഭവനുകളിലും ബാലികാ മന്ദിരത്തിലും പാർക്കേണ്ടി വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ സന്ധാരണം യുവജന സഖ്യം ഏറ്റെടുത്ത അനുഭവം. അന്ന് ഒരു കുട്ടിക്ക് ഏകദേശം 250 രൂപയാണ് നാം സംഭാവനയായി നൽകേണ്ടിയിരുന്നത്.
യുവജന സഖ്യം എങ്ങനെ ഈ സംഖ്യ കണ്ടെത്തും? വിവിധ ആരാധനകളിൽ വ്യത്യസ്തരായ യുവജന സഖ്യ അംഗങ്ങൾ 25 ആളുകളെ സന്ധിക്കുക, അവരോട് സംസാരിക്കുക, 10 രൂപ അവർ തരുമ്പോൾ അത് വാങ്ങുക. 25 പേർ 10 രൂപ വാങ്ങിക്കഴിയുമ്പോൾ അന്നത്തെ ദൗത്യം പൂർത്തിയാകും. അന്ന് ആ സഭയിലെ പുരോഹിതനായിരുന്ന വ്യക്തി ഈ ദൗത്യം ഏൽപ്പിച്ചിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നാം ഒരുമിച്ച് ഇടപെടുന്നത് ജീവസന്ധായകമായ ഇടപെടലുകളിലാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിങ്ങളെപ്പോലെ ഭവനങ്ങളിൽ പാർത്ത് സന്തോഷത്തോടെ ജീവിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളാണ് നമ്മുടെ മന്ദിരങ്ങളിലുള്ളത്. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവരുടെ സന്ധാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ്. ബാലകർ ഒരുമിച്ച് ചോദിച്ചു, ആര് ഈ 10 രൂപ തരും, ആര് തരില്ല എന്ന് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? ഒരു ആരാധന കഴിയുമ്പോൾ നിറയെ ആളുകൾ പുറത്തു നിൽക്കും. ആരോടാണ് നാം ചോദിക്കുക? ആ പുരോഹിതൻ വളരെ വളരെ സത്യസന്ധമായി ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ മുഖത്ത് നോക്കുക. ആ മുഖത്ത് കരുണയുണ്ടെങ്കിൽ അത് ആ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. മുഖത്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് ആ 10 രൂപ കിട്ടുമോ ഇല്ലയോ എന്ന്. കിട്ടില്ല എന്ന് തോന്നിയാൽ അവരോട് ചോദിക്കാതിരിക്കുക. കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചോദിക്കുക. ചിലപ്പോഴൊക്കെ ഇത് തെറ്റിപ്പോയേക്കാം. മുഖത്ത് പ്രതിഫലിക്കാത്തവർ ആയിരിക്കാം തരുന്നത്, മുഖത്ത് കരുണ പ്രതിഫലിക്കുന്നവർ തരാതെയും ഇരിക്കാം. പക്ഷെ പലപ്പോഴും മുഖം പറയും അവർ സ്നേഹസാന്ദ്രരാണോ കരുണാർദ്രരാണോ എന്ന്. കരുണാർദ്രമായൊരു ഹൃദയത്തിൻ്റെ അതിശക്തമായ പ്രതിഫലനമായിരിക്കും മുഖമെന്ന് ആ വന്യ പുരോഹിതൻ പറഞ്ഞത് പിന്നീട് എത്രയോ വട്ടം അനുഭവമായി മാറിയ അനവധി കുഞ്ഞുങ്ങൾ ഇന്നും ജീവകാരുണ്യത്തിൻ്റെ പല മേഖലകളിലും ഏർപ്പെടുമ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. മുഖം പ്രകടമാകും ഹൃദയത്തിൻ്റെ സന്തോഷം. യഥാർത്ഥ സൗന്ദര്യം അതെന്താണ് എന്ന ഒരു ചിന്ത ഇത്തരുണത്തിൽ വളരെ പ്രസക്തമാണ്. പുറമേയുള്ള സൗന്ദര്യമാണോ ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം? അത് നിറങ്ങളാൽ ബാധിക്കപ്പെടുന്ന ഒന്നാണ്. അത് ശരീരത്തിൻ്റെ അവയവങ്ങളുടെ ആകൃതിയാൽ ബാധിക്കപ്പെടുന്ന ഒന്നാണോ? ആ സാഹചര്യത്തിലാണ് ആന്തരിക സൗന്ദര്യം എന്ന സങ്കല്പം അർത്ഥവത്താകുന്നത്. ആത്മവിശ്വാസം ഉള്ളിൽ നിറയുമ്പോൾ അത് വലിയ അലങ്കാരമായി മുഖത്ത് പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്നേഹം ഉള്ളിൽ നിറയുമ്പോൾ അത് അടയാളമായി മുഖത്ത് കാണുന്നത് നമുക്ക് അറിയാനായിട്ട് കഴിയും. നല്ല മനസ്സ് അത് കാലാതീതമാണ് എന്നത് യാഥാർത്ഥ്യമാണ്. ഹൃദയത്തിൻ്റെ ഉള്ളൊഴുക്കുകളെ പ്രകടമാക്കുന്ന അനുഭവമാണ് മുഖം. ചിലർ മാനത്ത് നോക്കി കാലാവസ്ഥയെ വ്യാഖ്യാനിച്ചു പറയാറുണ്ട് ഇന്നും. ചിലർ കടലിനെ നോക്കി കാറും കോളും മുന്നറിയിക്കാറുണ്ട് ഇന്നും. ചിലർ കായലിനെ നോക്കി പ്രകൃതിയെ വിലയിരുത്താറുണ്ട് ഇന്നും. ചിലർ മലയെ നോക്കി മഴയെ നിർണയിക്കാറുണ്ട് ഇന്നും. ചിലർ മാനത്തെ നോക്കി ജീവിതഗതിയെ നിർണയിക്കാറുണ്ട് ഇന്നും. അങ്ങനെയെങ്കിൽ മുഖത്ത് നോക്കി അകം കാണുന്നവർ ഇന്ന് അനവധിയുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഹൃദയത്തിൻ്റെ സന്തോഷം മുഖം വ്യക്തമാക്കുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളൊഴുക്കുകളെ ഹൃദയം വ്യക്തമാക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ അതുപോലെ തന്നെ ഈ സദൃശവാക്യത്തിന് രണ്ടാമതൊരു ഭാഗമുണ്ട്. ഹൃദയത്തിൻ്റെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിച്ചു പോകുന്നു. ഹൃദയം ദുഃഖത്താൽ നിറയുമ്പോൾ, വ്യസനത്താൽ നിറയുമ്പോൾ ധൈര്യം ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. മനസ്സിലെ ദുഃഖം അത്
ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന ഒന്നാണ്. ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ഒന്നാണ്. പുതിയ അവസരങ്ങൾ കാണുവാനുള്ള താല്പര്യം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ശക്തി ചോർന്നു പോകുന്നുവെന്ന്, ശക്തി ക്ഷയിച്ചു പോകുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന അവസ്ഥയാണ്. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ നാം കാണുന്ന എല്ലാ കാര്യങ്ങളോടുമുള്ള താല്പര്യക്കുറവ് ഹൃദയത്തിൻ്റെ ആഴമായ മുറിവുകളുടെയോ ദുഃഖത്തിൻ്റെയോ സൂചികയാണെന്ന് അധ്യാപകരോടും പുരോഹിതരോടുമൊക്കെ അവർ പഠിക്കുന്ന അനുഭവങ്ങളുടെ മധ്യേ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഹൃദയം ദുഃഖത്താൽ നിറയുമ്പോൾ, ധൈര്യം ചോർന്നു പോകുമ്പോൾ അത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു വ്യക്തിയുടെ ശേഷിയെ ബാധിക്കുന്നു. ദുഃഖം മനസ്സിനെ കലുഷിതമാക്കുന്നു, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാകുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തളർത്തുന്നു. നഷ്ടസ്വപ്നങ്ങളുടെ, നഷ്ടപ്രതീക്ഷകളുടെ, നഷ്ടസ്നേഹങ്ങളുടെ ഓർമ്മകൾ പലപ്പോഴും ഒരു വ്യക്തിയിൽ തിരിച്ചു വരാനാകാത്ത കയത്തിലേക്ക് വീണുപോകുന്ന അവസ്ഥകളെപ്പോലെ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠിതാക്കൾ മുൻവയ്ക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ ആശയം, വ്യസനം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഭയത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ദുഃഖം അതിജീവനത്തിനുള്ള സാധ്യതയെ ബാധിക്കുന്നു. ചിലരുടെയെങ്കിലും ജീവിതത്തിൽ പ്രതിസന്ധികൾ അത് അതിജീവനത്തിനുള്ള ആക്കം കൂട്ടുന്നു. എന്നാൽ പ്രതിസന്ധികൾ ജീവിതങ്ങളെ ദുഃഖാർത്ഥമാക്കിയാലോ അവിടെ ഒരു നിരാശാബോധം വന്നണയുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദുഃഖം അതുകൊണ്ട് തന്നെ ഹൃദയത്തെ, ധൈര്യത്തെ തളർത്തുവാനായിട്ടുള്ള കാരണം അത് പ്രചോദനത്തെ ചോർത്തിക്കളയുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദൈനംദിന ജീവിതം പ്രചോദനമില്ലാതെയാകുമ്പോൾ, ലക്ഷ്യബോധമില്ലാതെയാകുമ്പോൾ, ശൂന്യതാബോധത്തോടുകൂടി ആകുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ചുവടും യാന്ത്രികമായി മാറുന്നു. യാന്ത്രികതയുടെ അനുഭവത്തിൽ ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥ അനേകരുടെ ജീവിതത്തിൽ ഇന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മനോവൈകാരിക സന്തുലതയെ ബാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ദുഃഖം മനസ്സിനെ അനിശ്ചിതത്വത്തിലാക്കും. അമിതമായൊരു ചിന്താഭാരത്തിലേക്ക് അത് നയിക്കും. ചിന്താഭാരം ഹൃദയത്തെ മതിക്കുമ്പോൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം നഷ്ടപ്പെടുന്നു, ചോർന്നു പോകുന്നു. ആശയവിനിമയത്തെ ദുഃഖസാന്ദ്രമായ ഹൃദയം പ്രതികൂലമായി ബാധിക്കുന്നു. സാധാരണയായി നാം സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടുന്ന വ്യക്തികളുമായി പോലും ശരിയായ രീതിയിൽ ആശയവിനിമയം കഴിയാതെയായി പോകുന്ന സാഹചര്യം. പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ മാതാപിതാക്കളോട്, ജീവിത പങ്കാളികളോട്, സഹോദരങ്ങളോട്, മക്കളോട് ഇടപെടുന്ന രീതികളിൽ പോലും ഈ ധൈര്യമില്ലായ്മ, ഈ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായ ആ പ്രചോദനമില്ലായ്മ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രതിസന്ധികളിൽ പിന്മാറുവാനുള്ള പ്രേരണ അതിൻ്റെ പരിണിത ഫലമാണ്. ധൈര്യം പ്രതിസന്ധികളെ നേരിടുവാൻ അനിവാര്യമാണ്. എന്നാൽ ദുഃഖം നിറഞ്ഞ് ധൈര്യം ചോരുമ്പോൾ പ്രതിസന്ധികൾ നേരിടുക പ്രയാസമായി മാറും. പഠനങ്ങൾ വളരെ വ്യക്തമായി പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്, ഹൃദയത്തിൻ്റെ ദുഃഖഭാരങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത്. അത് ദേഹാസ്വസ്ഥത്തിലേക്ക്, അത് വൈകാരിക പ്രതിസന്ധികളിലേക്ക്, അത് മാനസിക ആരോഗ്യ പ്രതിസന്ധികളിലേക്ക് വഴി നടത്തുന്നു എന്ന് നാം തിരിച്ചറിയണം. ഹൃദയം ദുഃഖം കൊണ്ട് നിറയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം, അത് ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള ആ താല്പര്യം പോലും, ആ പ്രേരണ പോലും ചില ജീവിതങ്ങളിൽ നഷ്ടപ്പെടുകയും എങ്ങനെ ജീവിക്കണം എന്നതിന് പകരം എങ്ങനെ ജീവിതം ഇല്ലാതാക്കാം എന്ന ചിന്തയിലേക്ക്
ചിലരെ നയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ അരികിലെത്തി. പുറകെ ഫറവോന്യ സൈന്യം പാഞ്ഞ് അടുക്കുകയാണ്. വേദപുസ്തകത്തിലെ ശ്രദ്ധേയമായ ഒരു നിമിഷമാണ് അവിടെ. വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ചിലർ പരാതി പറയുവാൻ തുടങ്ങി. ഇസ്രായേലിലെ ആ സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്രയുടെ മധ്യേ മിസ്രയീമിലെ അടിമത്തത്തിൻ്റെ ഇറച്ചിക്കലങ്ങൾ മതിയായിരുന്നു, തിരികെ പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ചിലർ. മിണ്ടാതിരുന്നു ചിലർ. ദുഃഖത്തോടെ കേണു ചിലർ. മോശയ്ക്ക് പോലും ഇനി എന്ത് എന്നറിയുവാൻ കഴിയാത്ത ആശങ്കയോടെ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ആർത്തിരമ്പുന്ന ചെങ്കടലിൻ്റെ അരികിൽ നിന്ന് ഇനി എന്ത് എന്ന് ചോദിച്ചു നിൽക്കുന്ന ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് മോശ മുഖാന്തരമുണ്ടായതെന്നാൽ മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ആ ആത്മവിശ്വാസം, ആ ധൈര്യം, പ്രതിസന്ധികളുടെ മധ്യയും ചോർന്നു പോകാത്ത ആത്മധൈര്യം, അത് ഹൃദയം ദുഃഖസാന്ദ്രമാകുമ്പോഴല്ല, ഹൃദയം വിശ്വാസസാന്ദ്രമാകുമ്പോഴാണ് നിറയുക. അതുകൊണ്ട് തന്നെയാണ് ദൈവിക വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും അടയാളമാണ് ഹൃദയത്തിൻ്റെ സ്വച്ഛന്തത. എന്നാൽ ദുഃഖം കൊണ്ട് നിറയുമ്പോൾ പലപ്പോഴും ദൈവവിശ്വാസം പോലും, ഈ ആത്മീയ അനുഭവം പോലും പ്രക്ഷുബ്ധമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ദുഃഖസാന്ദ്രമായ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകർ സ്വയം ചോദിക്കുന്നത്, എവിടെയാണ് ദൈവം ഈ വേദനകളുടെ മധ്യേ? എവിടെയാണ് ദൈവം ഈ പ്രതിസന്ധികളുടെ മധ്യേ? എവിടെയാണ് ദൈവം ഈ പ്രയാസങ്ങളുടെ മധ്യേ? വളരെ ലളിതമായ ഒരു സദൃശവാക്യം എന്ന് നമുക്ക് കരുതിയാലും, സന്തോഷമുള്ള ഹൃദയം മുഖം പ്രസാദമാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ചോർന്നു പോകുന്നു എന്ന് ഞാനീ പറയുമ്പോൾ അടിസ്ഥാനപരമായ 2 ചോദ്യങ്ങൾ കൂടെ ഒരുമിച്ച് നാം ചോദിക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴാണ് ഹൃദയം ദുഃഖം കൊണ്ട് നിറയുന്നത്? എപ്പോഴാണ് ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നത്? ഇന്ന് നമ്മുടെ ചുറ്റും ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും നാം കേൾക്കുന്ന ഒരു പശ്ചാത്തലം. നോമ്പിൻ്റെ പശ്ചാത്തലത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ആഹ്വാനങ്ങൾ പലതുമുണ്ടായിട്ടും യുദ്ധത്തിൻ്റെയും വേദനിപ്പിക്കലിൻ്റെയും അനുഭവം, അഭയാർത്ഥി പ്രവാഹങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ ഒരുപാടിടങ്ങളിൽ. എന്താണ് സന്തോഷം? എന്താണ് ഇന്നിൻ്റെ ദുഃഖങ്ങൾ? ഹൃദയം സന്തോഷിക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ, ആ സന്തോഷമാണ് മുഖത്ത് പ്രതിഫലിക്കുന്നത്. സ്നേഹിതരെ, അർത്ഥവത്തായ സ്നേഹബന്ധങ്ങൾ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. അനവധി ആളുകൾ ഇന്ന് ദുഃഖിക്കുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നും വേരുകളിൽ നിന്നും പറിച്ചെറിയപ്പെട്ട് അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ വേദനകളിൽ മാത്രമല്ല, അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ പോലും സ്നേഹബന്ധങ്ങൾ തകർന്ന് ജീവിതം പ്രയാസം നിറഞ്ഞതാകുമ്പോഴാണ്. തകർന്ന എത്രയോ ബന്ധങ്ങൾ ഇന്ന് മക്കളുടെയും ദമ്പതികളുടെയും മാതാപിതാക്കളുടെയും സ്വഭാവത്തിൻ്റെ ക്രൂരതയിൽ പ്രതിഫലിക്കുന്നുവെന്ന് നമുക്കറിയാം. സന്തോഷം നമ്മുടെ ഉള്ളം നിറയുന്നത് ആരോഗ്യവും നന്മബോധവും നിറയുമ്പോഴാണ്. വിശ്വാസത്തിൽ, ആത്മീയതയിൽ നാം അർത്ഥം കണ്ടെത്തുമ്പോഴാണ്. മധുരം നിറഞ്ഞ സാന്ത്വനിപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സഹയാത്രികരാകുമ്പോഴാണ്. ജീവിതത്തിൽ വിജയങ്ങൾ നേടുമ്പോഴാണ്. പരാജയങ്ങളെ പുഞ്ചിരിയോടുകൂടി നേരിടുവാൻ നാം പഠിക്കുമ്പോഴാണ്. ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോഴാണ്. നഷ്ടങ്ങളിൽ ഒന്നും നമുക്ക് നഷ്ടമാകുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ്. ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നത് നമ്മിൽ നൈതിക ബോധം നിറയുമ്പോഴാണ്, ധാർമ്മിക ബോധം നിറയുമ്പോഴാണ്. നീതിയുടെ ഇടപെടലുകളിൽ, അവരൻ്റെ കണ്ണുനീരൊപ്പുന്ന ദയാർത്ഥമായ ഇടപെടലുകളിൽ മറ്റുള്ളവരുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന സന്തോഷം പ്രകടമാകുമ്പോഴാണ്. പ്രകൃതിയോട് ചേർന്നുള്ള അനുഭവങ്ങളിലാണ്, സേവനത്തിലാണ്, കരുണയിലാണ്.
ചിലർ സന്തോഷം കണ്ടെത്തുന്നത് സംഗീതത്തിലാണ്, നൃത്തത്തിലാണ്, കലയിലാണ്, അവർ ഇഷ്ടപ്പെടുന്ന ആവിഷ്കാര രീതികളിലാണ്. ചിലർ എഴുതുന്നു, ചിലർ പാടുന്നു, ചിലർ മൗനരായിരിക്കുന്നു, ചിലർ പ്രകൃതിയെ ആസ്വദിക്കുന്നു, ചിലർ നടക്കുന്നു. അവർ ഇഷ്ടപ്പെടുന്നത് ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ്. ചിലർ അവർ ഇഷ്ടപ്പെടുന്ന തൊഴിലുകൾ ചെയ്യുന്നത് എത്ര സന്തോഷത്തോടു കൂടിയാണ്. ചിലർ മറ്റുള്ളവരോട് സംവദിക്കുന്നത്, മറ്റുള്ളവരോട് ഇടപെടുന്നത് എത്ര സന്തോഷം നിറഞ്ഞതാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ അവർ ചെയ്യുമ്പോൾ ആ സന്തോഷം അവരുടെ കണ്ണുകളിൽ, അവരുടെ മുഖത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സാന്ത്വനിപ്പിക്കുന്ന, സമാധാനിപ്പിക്കുന്ന ഇടപെടലുകളിൽ നാം ഏർപ്പെടുമ്പോൾ, നീതിബോധത്തോടെ, നിശാബോധത്തോടെ ജീവിക്കുവാൻ നമുക്കാകുമ്പോൾ, സന്തോഷത്തോടെ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ നമുക്കാകുമ്പോൾ, നമ്മെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നുവെന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ, സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്നാൽ ആത്മീയയുടെ അർത്ഥത്തിൽ പലപ്പോഴും നാം പറയാറുണ്ട്, സന്തോഷം പൊന്നിൻ കൂമ്പാരങ്ങളല്ല, സന്തോഷം ദൈവത്തെ അറിയുന്നതാണ്. ക്രിസ്തീയ ഭാവത്തിൽ നാം പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി തിരിച്ചറിയുന്നതിൽ, അപ്രകാരം ജീവിക്കുന്നതിലുള്ള സന്തോഷത്തിന്റെ ആഴവും പൊരുളും അത് അവർണ്ണനീയമാണ്. ആ യഥാർത്ഥ സന്തോഷം ഉള്ളിൽ നിറയുന്നവരുടെ മുഖത്ത് ക്രിസ്തുവിന്റെ ആ തേജസ് വെളിപ്പെട്ട് തന്നെ വരും എന്നുള്ളതാണ്. എന്നാൽ പ്രിയരെ, നമ്മുടെ ചുറ്റും ഒരുപാട് പേർ ധൈര്യം ചോർന്നുപോയവരായി ദുഃഖത്തിന്റെ ആഴക്കയങ്ങളിൽ രക്ഷപ്പെടുവാൻ കച്ചിത്തുമ്പുകൾ തേടി ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വേറിട്ടു പോകുന്ന അനുഭവങ്ങൾ, അത് പ്രവാസത്തിന്റെ അനുഭവങ്ങൾ, യുദ്ധത്തിന്റെ അനുഭവങ്ങൾ, ആയുധത്തിന്റെ അനുഭവങ്ങൾ, ലഹരിയുടെ അനുഭവങ്ങൾ, പകയുടെ അനുഭവങ്ങൾ, രക്തച്ചൊരിച്ചിലിന്റെ അനുഭവങ്ങൾ, എത്രമാത്രം ദുഃഖം നമുക്ക് ചുറ്റും നാം കാണുന്നുവെന്ന് നാം തിരിച്ചറിയണം. സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പ്രത്യാശയില്ലാത്ത മരണാനുഭവങ്ങൾ മാത്രമല്ല, നാം സ്നേഹിച്ചവർ ആ സ്നേഹത്തിൻ്റെ പൊരുളറിയാതെ നമ്മെ വിട്ടുപോകുമ്പോൾ, വിശ്വാസം അത് വിശ്വാസ വഞ്ചനയിലൂടെ പ്രതിഫലിക്കുമ്പോൾ, ഒട്ടും പ്രതീക്ഷിക്കാത്തവർ നമ്മെ വഞ്ചിക്കുമ്പോൾ, നമ്മെ തള്ളിപ്പറയുമ്പോൾ, ദുഃഖം ഹൃദയത്തിൽ നിറയുന്നു, ധൈര്യം ചോർന്നു പോകുന്നു. ജൂലിയസ് സീസർ ബ്രൂട്ടസിൻ മുഖത്ത് നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീയുമോ ബ്രൂട്ടസേ? ആ അന്തിമ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ചതിയുടെ ചിത്രം കണ്ടുണ്ടായ ദുഃഖം മരണത്തെക്കാൾ ഭീതിതമാണ് എന്ന് നാം തിരിച്ചറിയണം. സ്വപ്നങ്ങൾ തകരുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. അപമാനമേൽക്കുമ്പോൾ, അവഗണനയേൽക്കുമ്പോൾ, അപകർഷതയിലൂടെ നാം കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. പരാജയം നാം നേരിടുമ്പോൾ, ഒറ്റയ്ക്കായി പോകുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, അർത്ഥശൂന്യത നമ്മെ തേടി വരുമ്പോൾ, ലക്ഷ്യബോധം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ടാകുന്നു. ജ്ഞാനി വളരെ വ്യക്തമായി പറയുകയാണ്. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ, സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദം നൽകുന്നു, ഹൃദയത്തിലെ വ്യസനം ധൈര്യത്തെ ചോർത്തിക്കളയുന്നു. സ്നേഹിതരെ, യഥാർത്ഥ സന്തോഷം ക്രിസ്തു നൽകുന്ന സന്തോഷം, യഥാർത്ഥ ധൈര്യം ക്രിസ്തു നൽകുന്ന ധൈര്യം എന്ന ബോധ്യത്തിൽ ഈ സദൃശവാക്യം നമുക്കൊരിക്കൽ കൂടി ശ്രദ്ധിക്കാം. സന്തോഷമുള്ള ഹൃദയം മുഖപ്രസാദമുണ്ടാക്കുന്നു, ഹൃദയത്തിലെ വ്യസനം കൊണ്ടോ ധൈര്യം ക്ഷയിക്കുന്നു. ഈ സദൃശവാക്യത്തിൻ്റെ ഇനിയും നിർവചിക്കാത്ത എത്രയോ അഗാധമായ ഉള്ളടക്കം, ഉള്ളറിവുകൾ തിരിച്ചറിയുവാൻ ജ്ഞാനിയായ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും തുടർന്ന് ശക്തീകരിക്കട്ടെ. ആമേൻ.